ഹായ് ഹലോ ഓൾ 27 ജൂലൈ 2024 നടന്നിട്ടുള്ള പി എസ് സിയുടെ ട്രിവാൻഡ്രം LDC എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ കുറേയധികം ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനിയും കുറേ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻസ് മാത്രം വെറുതെ ഡിസ്കസ് ചെയ്തു പോലെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു അനാലിസിസ് ആണ് നമ്മൾ നടത്തുന്നത്. അതുകൊണ്ടാണ് ഈ പാർട്ടായിട്ട് വീഡിയോസ് വരുന്നത്. സോ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങൾ ഒന്നാമത്തെ പാർട്ടിൽ ലഭ്യമാണ്. അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ഇതുവരെ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ അത് പോയി കാണുക. ഒപ്പം തന്നെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഈ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇപ്പോൾ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്രജല പ്രവാഹം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബംഗ്വാല പ്രവാഹം, ഖുറോഷിവോ, ഗൾഫ് സ്ട്രീം, അഗുൽഹാസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഉത്തരം വരുന്ന അഗുൽഹാസാണ് വരുന്നത്. അപ്പോൾ സമുദ്രജല പ്രവാഹങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിൻ്റെ ഒരു സംഗ്രഹം ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇക്വറ്റോറിയൽ സമുദ്ര പ്രവാഹങ്ങൾ. ആർട്ടിക് സമുദ്രം ഒഴികെ എല്ലാ സമുദ്രങ്ങളിലും വടക്കൻ ഇക്വറ്റോറിയൽ പ്രവാഹം, തെക്കൻ ഇക്വറ്റോറിയൽ പ്രവാഹം, ഇക്വറ്റോറിയൽ പ്രതിപ്രവാഹം എന്നിവയുണ്ട്. ഈ വസ്തുത ഓർത്തിരിക്കുക. വടക്കൻ ഇക്വറ്റോറിയൽ പ്രവാഹം, തെക്കൻ ഇക്വറ്റോറിയൽ പ്രവാഹം, ഇക്വറ്റോറിയൽ പ്രതിപ്രവാഹം, ഈ പ്രവാഹങ്ങൾ ഉണ്ട്. ദെൻ വടക്കൻ തെക്കൻ ഇക്വറ്റോറിയൽ പ്രവാഹങ്ങൾ കിഴക്ക് നിന്ന് പടിഞ്ഞാറേക്ക് പ്രവഹിക്കുന്നു. ആ ദിശ ഓർത്തിരിക്കുക. കിഴക്ക് നിന്ന് പടിഞ്ഞാറേക്ക് പ്രവഹിക്കുന്നു എന്നുള്ള ആ ഒരു ഡയറക്ഷൻ നിങ്ങൾ ഓർത്തിരിക്കുക. വടക്കൻ തെക്കൻ ഇക്വറ്റോറിയൽ പ്രവാഹങ്ങൾ. ഇക്വറ്റോറിയൽ പ്രതിപ്രവാഹമാവട്ടെ, പക്ഷേ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് പ്രവഹിക്കുന്നത്. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ഇൻ കേസ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ തെറ്റിച്ച് കളയരുത്. ഇക്വറ്റോറിയൽ പ്രതിപ്രവാഹം എന്ന് പറയുന്നത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടും, വടക്കൻ തെക്കൻ ഇക്വറ്റോറിയൽ പ്രവാഹങ്ങളാവട്ടെ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടുമാണ് പ്രവഹിക്കുന്നത്. സോ ഈ പറയുന്ന ഡീറ്റെയിൽസ് ഒന്ന് ഓർത്ത് ഇരിക്കുക. ദെൻ അന്റാർട്ടിക് ധ്രുവ ഭ്രമണ പ്രവാഹം. അന്റാർട്ടിക്കയെ ചുറ്റി പടിഞ്ഞാറ് നിന്ന് കിഴക്കിലേക്ക് പ്രവഹിക്കുന്നു. പടിഞ്ഞാറ് ദിശയിൽ നിന്ന് കിഴക്ക് ദിശയിലേക്ക് പ്രവഹിക്കുന്ന പ്രവാഹമാണിത്. വെസ്റ്റ് വിൻഡ് ഡ്രിഫ്റ്റ് എന്നും അറിയപ്പെടുന്ന ഈ പ്രവാഹമാണ്. ഈ പേരും കൂടി ഓർത്തിരിക്കുക. വെസ്റ്റ് വിൻഡ് ഡ്രിഫ്റ്റ്, പേര് മറന്നു പോകരുത്. വെസ്റ്റ് വിൻഡ് ഡ്രിഫ്റ്റ് അന്റാർട്ടിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന അല്ലെങ്കിൽ അന്റാർട്ടിക് സമുദ്രത്തിൽ കാണപ്പെടുന്ന പ്രവാഹമാണിത്. അന്റാർട്ടിക് ധ്രുവ ഭ്രമണ പ്രവാഹം ഓർത്തിരിക്കുക. ഇനി അടുത്ത ഹംബോൾട്ട് അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പേരാണ് പെറുവിയൻ പ്രവാഹം. ഓർത്തിരിക്കുക, പെറുവിയൻ പ്രവാഹം, ഹംബോൾട്ട് പ്രവാഹം അല്ലെങ്കിൽ പെറുവിയൻ പ്രവാഹം. കുറഞ്ഞ ലവണാംശമുള്ള പോഷകസമ്പന്നമായിട്ടുള്ള ഒരു കറണ്ടാണിത്, പ്രവാഹമാണിത്. ദക്ഷിണ ചിലിയിൽ നിന്ന് വടക്കൻ പെറുവിലേക്ക് ദക്ഷിണ അമേരിക്കയുടെ പടിഞ്ഞാറൻ തീരത്തേക്ക് പ്രവഹിക്കുന്ന പ്രവാഹമാണ് ഹംബോൾട്ട് പ്രവാഹം അല്ലെങ്കിൽ പെറുവിയൻ പ്രവാഹം. അപ്പോൾ ഓർത്തിരിക്കുക, ഈ പ്രവാഹം ഇമ്പോർട്ടൻ്റ് ആണ്. പസഫിക് സമുദ്രത്തിൽ കാണപ്പെടുന്ന പ്രവാഹമാണ്. പസഫിക് സമുദ്രത്തിൽ ഉള്ള പ്രവാഹമാണ് ഹംബോൾട്ട് അല്ലെങ്കിൽ പെറുവിയൻ പ്രവാഹം. അടുത്ത പ്രവാഹത്തിൻ്റെ പേരാണ് കുറയിൽ പ്രവാഹത്തിന് മറ്റൊരു പേരാണ് ഒയാഷിയോ എന്നും പേരുണ്ട്, കുറയിൽ എന്നും പേരുണ്ട്. ഒയാഷിയോ പ്രവാഹം അല്ലെങ്കിൽ കുറയിൽ ഓർത്തിരിക്കാം. ആർട്ടിക് സമുദ്രത്തിൽ നിന്ന് ആരംഭിച്ച് ബറിംഗ് കടലിലൂടെ തെക്കൻ പസഫിക് സമുദ്രത്തിലേക്ക് പ്രവഹിക്കുന്ന പ്രവാഹമാണ് കുറയിൽ പ്രവാഹം അല്ലെങ്കിൽ ഒയാഷിയോ പ്രവാഹം. പോഷകസമ്പന്നമായിട്ടുള്ള പ്രവാഹമാണ്. ഖുറാഷിയ പ്രവാഹവുമായിട്ട് കൂടിച്ചേരുന്ന പ്രവാഹം കൂടിയാണ് കുറയിൽ അല്ലെങ്കിൽ ഒയാഷിയോ പ്രവാഹം എന്ന് പറയുന്നത്. നോർത്ത് പസഫിക് ഡ്രിഫ്റ്റ് രൂപപ്പെടാൻ കാരണം ഈ കുറേഷ്യയുമായിട്ട് ഒയാഷിയോ പ്രവാഹം കൂടിച്ചേരുന്നത് കൊണ്ടാണ്. സോ ഇപ്പം നമ്മൾ പറഞ്ഞ പ്രവാഹങ്ങളുടെ പേരുകളൊക്കെ ഒന്ന് മറന്നു പോകരുത്. അന്റാർട്ടിക് ധ്രുവ ഭ്രമണ പ്രവാഹം, ഹംബോൾട്ട് അല്ലെങ്കിൽ പെറുവിയൻ പ്രവാഹം, ദെൻ കുറയിൽ അല്ലെങ്കിൽ ഒയാഷിയോ പ്രവാഹം. ദെൻ അടുത്ത പ്രവാഹത്തിൻ്റെ പേരാണ് കാലിഫോർണിയ പ്രവാഹം. കാലിഫോർണിയ പ്രവാഹം വടക്കേ അമേരിക്കയുടെ പടിഞ്ഞാറൻ തീരത്ത് തെക്കോട്ടുള്ള പ്രവാഹമാണ് കാലിഫോർണിയ പ്രവാഹം. പസഫിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രവാഹമാണ് കാലിഫോർണിയ പ്രവാഹം. ഓർത്തിരിക്കുക, പസഫിക് സമുദ്രത്തിലുള്ള പ്രവാഹമാണ് കാലിഫോർണിയ പ്രവാഹം. ഈ ക്വസ്റ്റ്യൻ നോക്കുക. ഈ ക്വസ്റ്റ്യൻ ഇപ്പോൾ ചോദിച്ചിരിക്കുന്ന ഏത് മഹാസമുദ്രത്തിലെ, ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്രജല പ്രവാഹമാണ് താഴെ പറഞ്ഞിരിക്കുന്ന ഓപ്ഷനിൽ നിന്ന് കണ്ടെത്താനാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏത് മഹാസമുദ്രത്തിലാണ്, ഏത് സമുദ്രത്തിലാണ് ഈ പറയുന്ന പ്രവാഹങ്ങൾ എന്നറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അതിൽ നിന്ന് പിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ, ആൻസർ പിക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അടുത്ത ലാബ്രഡോർ പ്രവാഹമാണ്. ആർട്ടിക് സമുദ്രത്തിൽ നിന്ന് തെക്കോട്ടുള്ള പ്രവാഹമാണ്. ഇത് വടക്കോട്ട് നീങ്ങുന്ന ഗൾഫ് സ്ട്രീമുമായിട്ട് കൂടിച്ചേരുന്നു ഈ ലാബ്രഡോർ പ്രവാഹം.
പോഷകസമ്പന്നമായിട്ടുള്ളൊരു പ്രവാഹം കൂടിയാണ്. പോഷകസമ്പന്നമായിട്ടുള്ള മത്സ്യബന്ധന പ്രദേശം സൃഷ്ടിക്കുന്ന ഒരു പ്രവാഹമാണ് ലാബ്രഡോർ പ്രവാഹം. ദെൻ കാനറി പ്രവാഹം. കാനറി പ്രവാഹം വളരെ കുറഞ്ഞ ലവണാംശമുള്ള പ്രവാഹമാണ്. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രവാഹമാണ് കാനറി പ്രവാഹം. അടുത്ത ബംഗ്വാല പ്രവാഹമാണ്. തെക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ കിഴക്കൻ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന അവിടെ കാണപ്പെടുന്ന പ്രവാഹമാണ് ബംഗ്വാല പ്രവാഹം. കുറഞ്ഞ ലവണാംശം അതുപോലെ ഉത്തമ മത്സ്യബന്ധന മേഖല സൃഷ്ടിക്കുന്ന പ്രവാഹം കൂടിയാണ് ബംഗ്വാല പ്രവാഹം. അടുത്ത ഫോക്ലാൻഡ് പ്രവാഹം. ഫോക്ലാൻഡ് പ്രവാഹം ഓർത്തിരിക്കുക, അന്റാർട്ടിക് ധ്രുവഭ്രമണ പ്രവാഹത്തിൻ്റെ ശാഖ കൂടിയാണ് ഈ ഫോക്ലാൻഡ് പ്രവാഹം. മാൽവിനാസ് പ്രവാഹം എന്നുകൂടി അറിയപ്പെടുന്ന പ്രവാഹമാണ് ഈ ഫോക്ലാൻഡ് പ്രവാഹം. ഓർത്തിരിക്കുക, ഫോക്ലാൻഡ് പ്രവാഹത്തിൻ്റെ മറ്റൊരു പേരാണ് മാൽവിനാസ് പ്രവാഹം. ആ പേര് ഓർത്തിരിക്കുക. ഫോക്ലാൻഡ് ദ്വീപുകളുടെ പേരിലാണ് ഈ പ്രവാഹത്തിന് പേരിട്ടിരിക്കുന്നത്. അങ്ങനെ ഫോക്ലാൻഡ് പ്രവാഹം എന്നറിയപ്പെടുന്നു. മാൽവിനാസ് പ്രവാഹം എന്നുകൂടി പേരുണ്ട്. അടുത്ത് ഉത്തര കിഴക്കൻ മൺസൂൺ പ്രവാഹം. വളരെ പോപ്പുലറായിട്ട് എല്ലാവർക്കും അറിയാവുന്ന ഇന്ത്യൻ സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രവാഹമാണ് ഉത്തര കിഴക്കൻ മൺസൂൺ പ്രവാഹം. അടുത്ത് സൊമാലി പ്രവാഹം. സൊമാലി പ്രവാഹം പടിഞ്ഞാറൻ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സൊമാലിയ, ഒമാൻ തീരത്തുകൂടി ഒഴുകുന്ന, ആ രണ്ട് രാജ്യങ്ങളുടെ തീരത്തുകൂടി ഒഴുകുന്ന ഒരു സമുദ്രജല പ്രവാഹമാണ് സൊമാലി പ്രവാഹം. ആ പേര് ഓർത്തിരിക്കുക. പടിഞ്ഞാറൻ ഓസ്ട്രേലിയൻ പ്രവാഹം. പടിഞ്ഞാറൻ വിൻഡ് ഡ്രിഫ്റ്റ് എന്നുകൂടി അറിയപ്പെടുന്നു. പടിഞ്ഞാറൻ ഓസ്ട്രേലിയൻ പ്രവാഹം പടിഞ്ഞാറൻ വിൻഡ് ഡ്രിഫ്റ്റ് എന്നുകൂടി അറിയപ്പെടുന്നു. അന്റാർട്ടിക് ധ്രുവഭ്രമണ പ്രവാഹത്തിൻ്റെ ഭാഗം കൂടിയാണ് ഈ പടിഞ്ഞാറൻ ഓസ്ട്രേലിയൻ പ്രവാഹം. സീസണൽ ആയിട്ടുള്ള പ്രവാഹമാണ്. വേനലിലാണ് ഇത് ശക്തമായിട്ട് മാറുന്നത്. പടിഞ്ഞാറൻ ഓസ്ട്രേലിയൻ പ്രവാഹം ഓർത്തിരിക്കുക. ദെൻ അടുത്ത് കുറേഷ്യോ പ്രവാഹം. കുറേഷ്യോ പ്രവാഹം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒയാഷ്യോ പ്രവാഹം. ഒയാഷ്യോ പ്രവാഹം പറഞ്ഞപ്പോൾ നമ്മൾ കുറേഷ്യോ പ്രവാഹത്തെ പറ്റി പറഞ്ഞിരുന്നു. പോഷകസമ്പന്നമായിട്ടുള്ള ഈ ഒയാഷ്യോ പ്രവാഹം കുറേഷ്യയുമായിട്ട് കൂടിച്ചേർന്ന് നോർത്ത് പസഫിക് ഡ്രിഫ്റ്റ് രൂപപ്പെടുന്നു എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന കുറേഷ്യോ പ്രവാഹം, ജപ്പാൻ പ്രവാഹം എന്നുകൂടി പേരുള്ള പ്രവാഹമാണ് ഈ കുറേഷ്യോ പ്രവാഹം. ജപ്പാൻ പ്രവാഹം എന്നുകൂടി അറിയപ്പെടുന്നു. അല്ലെങ്കിൽ കറുപ്പ് പ്രവാഹം എന്നുകൂടി ഈ പറയുന്ന കുറേഷ്യോ പ്രവാഹം അറിയപ്പെടുന്നുണ്ട്. പസഫിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്നു. ജപ്പാനിലെ താപനില നിയന്ത്രിക്കുന്നതിൽ കാര്യമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു പ്രവാഹമാണ് ഈ കുറേഷ്യോ പ്രവാഹം. ഓർത്തിരിക്കുക, കുറേഷ്യോ പ്രവാഹം. അടുത്ത് വരുന്നത് നോർത്ത് പസഫിക് പ്രവാഹമാണ്. നോർത്ത് പസഫിക് പ്രവാഹം കുറേഷ്യോ, ഒയാഷ്യോ ഈ രണ്ട് പ്രവാഹങ്ങൾ ചേർന്ന് അത് രണ്ടും കൂടെ കൂട്ടിയിടിച്ച് രൂപം കൊള്ളുന്ന പ്രവാഹമാണ് നോർത്ത് പസഫിക് പ്രവാഹം. തെക്കോട്ട് പ്രവഹിക്കുന്ന ഒരു പ്രവാഹമാണ് നോർത്ത് പസഫിക് പ്രവാഹം. അടുത്ത് വരുന്ന അലാസ്കൻ പ്രവാഹമാണ്. നോർത്ത് പസഫിക് സമുദ്രത്തിൻ്റെ ഭാഗമാണ് അലാസ്കൻ പ്രവാഹം. അലാസ്കൻ പ്രവാഹത്തിൻ്റെ ലൊക്കേഷൻ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എവിടെയാണ് സ്ഥിതി എന്ന് ചോദിച്ചാൽ നോർത്ത് പസഫിക് സമുദ്രത്തിലാണ് എന്ന കാര്യം ഓർത്തിരിക്കാം. ഇതിന് കിഴക്കൻ ഓസ്ട്രേലിയൻ പ്രവാഹം. കിഴക്കൻ ഓസ്ട്രേലിയൻ പ്രവാഹം വടക്കൻ പസഫിക് സമുദ്രത്തിൽ വടക്ക് തെക്ക് പ്രവഹിക്കുന്ന ഒരു പ്രവാഹമാണ് കിഴക്കൻ ഓസ്ട്രേലിയൻ പ്രവാഹം. ഫ്ലോറിഡ പ്രവാഹം. ഫ്ലോറിഡ ഉപദ്വീപിന് ചുറ്റും പ്രവഹിക്കുന്ന കറണ്ടാണ് ഫ്ലോറിഡ പ്രവാഹം. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രവാഹമാണിത്, ഫ്ലോറിഡ പ്രവാഹം. അടുത്ത ഗൾഫ് സ്ട്രീമാണ്. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രവാഹമാണ് ഗൾഫ് സ്ട്രീം. അടുത്ത നോർവീജിയൻ പ്രവാഹമാണ്. നോർത്ത് അറ്റ്ലാന്റിക് ഡ്രിഫ്റ്റിൻ്റെ ശാഖയാണിത്, നോർവീജിയൻ പ്രവാഹം. അടുത്ത് വരുന്നത് ബ്രസീലിയൻ പ്രവാഹമാണ്. ബ്രസീലിയൻ പ്രവാഹം ബ്രസീലിൻ്റെ തെക്കൻ തീരത്ത് കാണപ്പെടുന്ന പ്രവാഹമാണ്. ഫോക്ലാൻഡ് പ്രവാഹവുമായിട്ട് സംയോജിക്കുന്നു. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രവാഹമാണ് ബ്രസീലിയൻ പ്രവാഹം. അടുത്ത് വരുന്ന മൊസംബിക് പ്രവാഹമാണ്. മൊസംബിക്കിനും മഡഗാസ്കർ ദ്വീപിനും ഇടയിലുള്ള മൊസംബിക് ചാനലുണ്ട്. ആ മൊസംബിക് ചാനലിന് ഇടയിലൂടെ ഉള്ള പ്രവാഹമാണ്, ഇന്ത്യൻ സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രവാഹമാണ് മൊസംബിക് പ്രവാഹം. ഇതിനടുത്ത് വരുന്ന അഗുൽഹാസ് പ്രവാഹം. അഗുൽഹാസ് ആണ് ചോദ്യത്തിലുള്ളത്. ആഫ്രിക്കയുടെ കിഴക്കൻ തീരത്ത് ചുറ്റിപ്പോകുന്ന പ്രവാഹമാണ്, ഇന്ത്യൻ സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രവാഹമാണ് അഗുൽഹാസ് പ്രവാഹം. അടുത്ത് വരുന്ന തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ പ്രവാഹമാണ്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ പ്രവാഹം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വളരെ പോപ്പുലറായിട്ടുള്ള പ്രവാഹമാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ പ്രവാഹം. ഈ പ്രവാഹം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്?
ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. തെക്ക് പടിഞ്ഞാറ് മൺസൂൺ കാലാവസ്ഥയിൽ ഇന്ത്യൻ സമുദ്രത്തിൽ പ്രത്യക്ഷപ്പെടുന്ന പ്രവാഹമാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ പ്രവാഹം. അപ്പോൾ ഈ പറയുന്ന എല്ലാ പ്രവാഹങ്ങളുടെ പേരുകളൊന്ന് ഓർത്തിരിക്കണം. ഈ ഡീറ്റെയിൽസ് ഉൾപ്പെടുന്ന PDF നമ്മളുടെ ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആയിരിക്കും. ഈ വീഡിയോ റിലീസായതിനു ശേഷം ടെലഗ്രാം ചാനലിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതാണ് ഈ പറയുന്ന കണ്ടന്റുകൾ ഉൾപ്പെടുന്ന PDF. അപ്പോൾ അതിൽ നിങ്ങൾക്ക് നോക്കി കൃത്യമായിട്ട് പഠിക്കാവുന്നതാണ്. ഇത് എന്തായാലും ഈ പ്രവാഹങ്ങളെ സംബന്ധിച്ച്, കറണ്ടുകളെ സംബന്ധിച്ച് PSC എന്തായാലും ചോദിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പോർഷൻ മിസ് ചെയ്യരുത്, കൃത്യമായിട്ട് തന്നെ പഠിച്ചു പോവുക. താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതല്ല? ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണ്. തമിഴ്നാട്ടിലെ കൂടംകുളത്ത് ഒരു ഭൗമതാപോർജ്ജ നിലയം സ്ഥിതി ചെയ്യുന്നു. ഗുജറാത്തിൻ്റെ തലസ്ഥാനം അഹമ്മദാബാദാണ്. ദെൻ സത്ലജ് സിന്ധു നദിയുടെ പോഷക നദിയാണ്. ഇതിലേതാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ചോദിച്ചിരിക്കുന്നു? 1, 4 എന്നിവയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. അപ്പോൾ ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ എന്തോ ആയിക്കോട്ടെ, അവിടെ നോക്കുക ഏതെല്ലാം ഏരിയാസാണ്. അക്ഷാംശങ്ങൾ, രേഖാംശങ്ങൾ, സ്റ്റാൻഡേർഡ് സമയം, അതാണ് ഫസ്റ്റ് ടോപ്പിക് വരുന്നത്. ദെൻ അടുത്ത ഭൗമതാപോർജ്ജത്തെ സംബന്ധിക്കേണ്ട രണ്ടാമത്തെ ടോപ്പിക് വരുന്നത്. ദെൻ മൂന്നാമത്തത് ഗുജറാത്തിൻ്റെ തലസ്ഥാനം. അത് ഒരു കോമൺ ഒരു ക്വസ്റ്റ്യൻ ആണ്, വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദെൻ സത്ലജ് സിന്ധു നദിയുടെ പോഷക നദിയാണ്. ഇന്ത്യയിലെ റിവർ സിസ്റ്റം അല്ലെങ്കിൽ ഇന്ത്യൻ നദികൾ, അതാണ് അവിടെ. ഈ 3 ടോപ്പിക്കുകളും ഒന്ന് റിവൈസ് ചെയ്തിട്ട് വേണം നിങ്ങൾ അടുത്ത എക്സാമിന് വേണ്ടി പോകാനായിട്ട്. നമുക്ക് ആദ്യം തന്നെ അക്ഷാംശങ്ങളും രേഖാംശങ്ങളും ആ ടോപ്പിക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഭൂമിയിലെ ഒരു സ്ഥലത്തിൻ്റെ സ്ഥാനം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ഭാവനാത്മക രേഖകളാണ് ഈ പറയുന്ന അക്ഷാംശങ്ങളും രേഖാംശങ്ങളും. നിങ്ങൾക്കറിയാവുന്നത് തന്നെയാണ്. ഭൂമിയുടെ ആകൃതി ജിയോയിഡ് എന്നാണ്. ജിയോയിഡ്, ഭൂമിയുടെ ആകൃതി ജിയോയിഡാണ്. ഒരു സ്ഥലത്തിൻ്റെ സ്ഥാനം അക്ഷാംശങ്ങളും രേഖാംശങ്ങളും ഉപയോഗിച്ചാണ് പറയേണ്ടത് യഥാർത്ഥത്തിൽ. ഉദാഹരണം പറയാം, ന്യൂഡൽഹിയുടെ സ്ഥാനം പറയുകയാണെന്നുണ്ടെങ്കിൽ 28 ഡിഗ്രി നോർത്ത്, 77 ഡിഗ്രി ഈസ്റ്റ്, അങ്ങനെയാണ് പറയുന്നത്. അക്ഷാംശങ്ങളും രേഖാംശങ്ങളും ചേർത്തിട്ടാണ് ഒരു സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ നമ്മൾ പറയുന്നത്. ന്യൂഡൽഹിയുടെ ലൊക്കേഷൻ ഇവിടെ എക്സാമ്പിളായിട്ട് പറഞ്ഞു. ഇനി അക്ഷാംശങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്ന് അളക്കുന്ന കോണീയ ദൂരമാണ് യഥാർത്ഥത്തിൽ അക്ഷാംശം എന്ന് പറയുന്നത്. പ്രധാന അക്ഷാംശ രേഖകൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഭൂമധ്യരേഖ, ഉത്തരധ്രുവം, ദക്ഷിണ ധ്രുവം, ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ, ആർട്ടിക് സർക്കിള്, അന്റാർട്ടിക് സർക്കിള്. ഇതിൻ്റെ ഈ അക്ഷാംശ രേഖകളുടെ യഥാർത്ഥത്തിൽ ഉള്ള ആംഗിളുകൾ, കോണുകൾ എത്രയാണെന്ന് നിങ്ങളൊന്ന് ഓർത്തിരിക്കണം. ഭൂമധ്യരേഖ എല്ലാവർക്കും അറിയാവുന്നതാണ് 0 ഡിഗ്രി. ഉത്തരധ്രുവം വരുമ്പോൾ 90 ഡിഗ്രി നോർത്ത്, ദക്ഷിണ ധ്രുവം വരുമ്പോൾ 90 ഡിഗ്രി സൗത്ത്, ട്രോപ്പിക് ഓഫ് ക്യാൻസർ വരുമ്പോൾ 23.5 ഡിഗ്രി നോർത്ത്, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ വരുന്ന 23.5 ഡിഗ്രി സൗത്ത്. ദെൻ ആർട്ടിക് സർക്കിൾ വരുന്ന 66.5 ഡിഗ്രി നോർത്ത്, അന്റാർട്ടിക് സർക്കിൾ വരുന്ന 66 ഡിഗ്രി സൗത്ത്. ആർട്ടിക് സർക്കിൾ 66 ഡിഗ്രി നോർത്ത്, അന്റാർട്ടിക് സർക്കിൾ 66 ഡിഗ്രി സൗത്ത്. ഓർത്തിരിക്കാം. രേഖാംശങ്ങളെ പറ്റി പറയുമ്പോൾ രേഖാംശം ഒരു വൃത്തത്തിൻ്റെ ആകൃതിയിൽ പോളുകളിൽ നിന്ന് പോളുകളിലേക്ക് പോകുന്ന അർദ്ധവൃത്തങ്ങളായിട്ട് കാണപ്പെടുന്നു. അതാണ് രേഖാംശം. പ്രൈം മെറിഡിയൻ 0 ഡിഗ്രി രേഖാംശം ഗ്രീൻവിച്ചിലെ റോയൽ ആസ്ട്രോണമിക്കൽ ഒബ്സർവേറ്ററിലൂടെ കടന്നു പോകുന്നു. അതാണ് നമ്മളുടെ സ്റ്റാൻഡേർഡ് സമയങ്ങൾ കണക്കാക്കുന്നതിൻ്റെ റഫറൻസ് ആയിട്ട് എല്ലായിടത്തും ഉപയോഗിക്കുന്നത്. മറ്റെല്ലാ മെറിഡിയനുകളും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടുമായിട്ട് 180 ഡിഗ്രി വരെ വ്യാപിച്ച് കിടക്കുന്നതായിട്ടാണ് നമ്മൾ സങ്കല്പിക്കുന്നത്. ദെൻ രേഖാംശവും സമയവും തമ്മിൽ എന്താണ് ബന്ധം? ഭൂമി 24 മണിക്കൂറിൽ 360 ഡിഗ്രി ചുറ്റുന്നുവെങ്കിൽ ഭൂമി 1 മണിക്കൂറിൽ 15 ഡിഗ്രി അല്ലെങ്കിൽ 4 മിനിറ്റിൽ 1 ഡിഗ്രി കടക്കുന്നു എന്നാണ് അതിൻ്റെ കണക്ക്. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാവുന്നത്. 24 മണിക്കൂർ 360 ഡിഗ്രി ചുറ്റുകയാണെന്നുണ്ടെങ്കിൽ 1 മണിക്കൂറിൽ 15 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 4 മിനിറ്റിൽ 1 ഡിഗ്രി കടക്കുന്നു എന്നുള്ളതാണ് കണക്ക്. ഓക്കെ. ഭൂമി പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് കറങ്ങുന്നത്, കിഴക്കോട്ടാണ് ഭ്രമണം ചെയ്യുന്നത്. ഗ്രീൻവിച്ചിൻ്റെ കിഴക്കുള്ള സ്ഥലങ്ങൾ സൂര്യന് മുൻപേ കാണുന്നു. പക്ഷേ ഗ്രീൻവിച്ചിൻ്റെ പടിഞ്ഞാറുള്ള സ്ഥലങ്ങൾ
ഈ ഗ്രീൻവിച്ചിന് കിഴക്കുള്ള സ്ഥലങ്ങളെക്കാൾ സൂര്യനെ പിന്നീടാണ് കാണുന്നത്. ഈ വസ്തുതകൾ അറിഞ്ഞിരിക്കണം. ദെൻ പ്രാദേശിക സമയം കണ്ടെത്താനായിട്ട് ഗ്രീൻവിച്ച് മീൻ ടൈം GMTയിൽ നിന്നുള്ള മണിക്കൂറുകളുടെ വ്യത്യാസം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന് ഈ പറയുന്ന രേഖാംശങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് എത്ര ഈസ്റ്റിലേക്ക് എത്ര വ്യത്യാസമുണ്ട് അല്ലെങ്കിൽ വെസ്റ്റിലേക്ക് എത്ര വ്യത്യാസമുണ്ട് എന്ന് നോക്കിയിട്ടാണ് എങ്ങനെയാണ് 4 മിനിറ്റിൽ 1 ഡിഗ്രി കടക്കുന്നു എന്ന കണക്കിലാണ് എത്ര സമയം പ്രാദേശിക സമയം എത്രയാണെന്ന് നമ്മൾ കണ്ടെത്തുന്നത്. സ്റ്റാൻഡേർഡ് സമയം അല്ലെങ്കിൽ സമയമേഖലകൾ ഓരോ പട്ടണവും, അതായത് ഒരു രാജ്യത്ത് ഓരോ പട്ടണവും സ്വന്തമായിട്ടുള്ള ഒരു മെറിഡിയൻ അങ്ങനെ സമയം പാലിക്കുന്നത് പ്രായോഗികമായിട്ടുള്ള ഒട്ടും പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഒരു രാജ്യത്തിന് വേണ്ടി ഒരു സ്റ്റാൻഡേർഡ് മെറിഡിയൻ ഉണ്ടാവും. സ്റ്റാൻഡേർഡ് സമയം എന്നൊരു സമ്പ്രദായം എല്ലായിടങ്ങളും അതുകൊണ്ട് തന്നെ പ്രയോഗിക്കപ്പെടുന്നുണ്ട്. മിക്ക രാജ്യങ്ങളും സ്വന്തം മധ്യ മെറിഡിയനിൽ നിന്ന് സ്റ്റാൻഡേർഡ് സമയം കണക്കാക്കുന്നു. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇന്ത്യക്ക് ഏകദേശം സെൻട്രലിലൂടെ പോകുന്ന ഒരു മെറിഡിയൻ എടുത്തിട്ട് അങ്ങനെ സ്റ്റാൻഡേർഡ് സമയമായിട്ട് എടുക്കുന്നു. പക്ഷേ കാനഡ, USA, ചൈന, USSR പോലുള്ള റഷ്യ പോലുള്ള രാജ്യങ്ങൾ അവിടെ എന്താണ് വലിയ രാജ്യങ്ങളാണ്. അപ്പോൾ ഒന്നിൽ കൂടുതൽ സമയമേഖലകൾ അവിടെ പ്രയോഗിക്കപ്പെടുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരറ്റത്ത് നിന്ന് മറ്ററ്റത്തേക്ക് എത്തുമ്പോഴേക്കും ഒത്തിരിയധികം രേഖാംശങ്ങളുടെ വ്യത്യാസങ്ങളുണ്ടാകും. സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും, അവിടെ ഒരറ്റത്തുള്ള പ്രാദേശിക സമയമല്ലായിരിക്കും മറ്റേ അറ്റത്ത്. അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ അറ്റ്ലാന്റിക്കിൻ്റെ ഇപ്പുറത്തെ തീരം മുതൽ പസഫിക്കിൻ്റെ അപ്പുറത്തെ തീരം വരെ എടുക്കുകയാണെങ്കിൽ ഏകദേശം 5 മണിക്കൂറിൻ്റെ അത്രയും വ്യത്യാസമുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും പ്രാക്ടിക്കലായിട്ട് ഇവിടെ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. കാനഡ, USA, ചൈന പോലുള്ള രാജ്യങ്ങൾ, റഷ്യ പോലുള്ള രാജ്യങ്ങൾ. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം IST പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ സർക്കാർ 82.5 ഡിഗ്രി കിഴക്ക് മെറിഡിയനെ സ്റ്റാൻഡേർഡ് സമയമായിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. GMTയേക്കാൾ ഗ്രീൻവിച്ച് മീൻ ടൈമിനേക്കാൾ 5 മണിക്കൂർ 30 മിനിറ്റ് മുന്നിലാണ്, പിന്നിലല്ല മുന്നിലാണ്. ഗ്രീൻവിച്ച് മീൻ ടൈമിനേക്കാൾ 5 മണിക്കൂർ 30 മിനിറ്റ് മുന്നിലാണ് എന്ന പ്രത്യേകതയുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ തന്നെ രണ്ടാമത്തെ, ഇതെല്ലാം ജോഗ്രഫിയിലെ ചോദ്യങ്ങളാണ്. ഈ ക്വസ്റ്റ്യനിൽ തന്നെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത് ജിയോ തെർമൽ എനർജിയെ സംബന്ധിച്ചാണ്. ജിയോ തെർമൽ എനർജി എന്ന് പറയും ഭൂമിയുടെ ഉള്ളിൽ നിന്നുള്ള പ്രകൃതിദത്ത താപത്തെയാണ് ജിയോ തെർമൽ എനർജി എന്ന് പറയുന്നത്. അത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനും അതുപോലെ തന്നെ എന്തിനു വേണ്ടിയാണ്, ബിൽഡിങ്ങുകളൊക്കെ ചൂടാക്കാനും വരെ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് പ്രത്യേകത. ഭൂമിയുടെ പുറന്തോടിന് താഴെ മാഗ്മയുണ്ടെന്ന് നമുക്കറിയാം. ചൂടുള്ളതും ഉരുകിയതുമായിട്ടുള്ള ഒരു ലിത്തോസ്ഫിയറിന്, ആ ലിത്തോസ്ഫിയർ പാളിയുടെ താഴെ, ആ പാറകളുടെ പാളികളുടെ താഴെ, ഈ പാളിയിൽ താപം തുടർച്ചയായി ഉത്പാദിപ്പിക്കപ്പെടുന്നു. കൂടുതൽ യുറേനിയം, പൊട്ടാസ്യം തുടങ്ങിയ പ്രകൃതിദത്തമായ റേഡിയോ ആക്റ്റീവ് വസ്തുക്കളുടെ ഡിസിൻറ്റഗ്രേഷൻ വഴിയാണ് പ്രധാനമായിട്ടും ഈ ഹീറ്റ് റിലീസ് ചെയ്യുന്ന ഈ താപം പുറന്തള്ളപ്പെടുന്നത്. ഭൂമിയുടെ ഉപരിതലത്തിൻ്റെ ഏകദേശം 10,000 കിലോമീറ്റർ, ഏകദേശം 33,000 അടി അത്രയും ഉള്ളിൽ താപത്തിൻ്റെ അളവ് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം എല്ലാ എണ്ണ പ്രകൃതിവാതക സ്രോതസ്സുകളുടെയും ഏകദേശം 50,000 മടങ്ങ് ഊർജ്ജം ഉൾക്കൊള്ളുന്നു എന്നാണ് കണക്ക്. അത് നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയാണ് ജിയോ തെർമൽ എനർജി പ്ലാന്റുകളൊക്കെ ഇടുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട 2 പ്ലാന്റ് വരുന്നത് ഹിമാചൽ പ്രദേശിലെ മണികരൻ എന്ന് പറയുന്ന സ്ഥലം, അതുപോലെ ലഡാക്കിലെ പുഗാ താഴ്വരയിൽ, അവിടെയാണ് ജിയോ തെർമൽ പ്ലാന്റുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. ഈ പറയുന്ന ലൊക്കേഷനുകൾ ഒന്ന് ഓർത്ത് തന്നെ പോകേണ്ടതാണ്, മറന്നു പോകരുത്. ഈ പറയുന്ന ലൊക്കേഷൻ കൃത്യമായിട്ട് തന്നെ ഓർത്ത് പോവുക. ഇനി അടുത്തത് സ്റ്റേറ്റ്മെൻറ്റുകളിൽ അടുത്ത പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത് നദികളെ സംബന്ധിച്ചുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ അതിൽ എല്ലാ നദികളുടെയും പോഷക നദികൾ എവിടെയാണ് ഉദ്ഭവിക്കുന്നത് എന്ന് നിങ്ങൾ പഠിച്ചിരിക്കണം. എങ്കിൽ പോലും പ്രധാനപ്പെട്ട ചില നദികളുടെ ഈ പറയുന്ന വസ്തുതകൾ നമ്മൾ ഒന്ന് ഡിസ്കസ് ചെയ്ത് പോവുകയാണ്. സിന്ധു നദിയെ പറ്റിയാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത്. മാനസരോവർ തടാകത്തിന് സമീപമുള്ള കൈലാഷ് പർവ്വത നിരകളിൽ 4160 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ടിബറ്റൻ പ്രദേശത്തെ ബോക്കർച്ചുവിലെ ഒരു ഹിമാനിയിൽ നിന്നാണ് സിന്ധു നദി, ഇൻഡസ് ഉദ്ഭവിക്കുന്നത്. സസ്കർ നദി, സുരു നദി, സോൻ നദി, ഝലം നദി, ചെനാബ് നദി, രവി നദി, ബിയാസ് നദി, സത്ലജ്, പഞ്ചനാഥ്, ഷിയോക്ക്, ജിൽജിത്ത്, ഹുൻസ, സ്വാത്ത്, ദെൻ കുന്നാർ, ദെൻ കുറം, ദെൻ ഗോമാല, കാബൂൾ
ഈ പറയുന്ന നദികളെല്ലാം ഇതിൻ്റെ പ്രധാനപ്പെട്ട കൈവഴികളാണ്. സിന്ധു നദിയുടെ കൈവഴികളാണ്. എല്ലാ പേരുകളും ഒന്ന് ഓർത്തിരിക്കുക. ഈ PDF അവൈലബിൾ ആണ്. ടെലഗ്രാം ചാനൽ അവൈലബിൾ ആയിരിക്കും. ആ സമയത്ത് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് കൃത്യമായിട്ട് ഒന്ന് റെഫർ ചെയ്ത് പഠിച്ചു പോകുക. ദെൻ ഗംഗാ നദിയെ പറ്റി പറയുമ്പോൾ ഗംഗോത്രി ഹിമാലയിൽ നിന്ന് ഉദ്ഭവിക്കുന്നു. ഭാഗീരഥി എന്ന പേരിൽ ആണ് ഈ ഗംഗോത്രി ഹിമാലയിൽ നിന്ന് ഗംഗ ഉദ്ഭവിക്കുന്നത്. ദേവപ്രയാഗിൽ എത്തുന്നതിന് മുമ്പ് മന്ദാകിനി, പിണ്ടാർ, ധൗലിഗംഗ, ബിഷൻഗംഗ നദികൾ അളകനന്ദയിലും ഭേലിംഗ് ഭാഗീരഥിയിലും ലയിക്കുന്നു. ദെൻ യമുന, ദാമോദർ, സപ്തകോശി, രാംഗംഗ, ഗോമതി, ഘാഗ്ര, സൺ ഇവയാണ് ഈ പറയുന്ന നദികളാണ് ഗംഗയുടെ പ്രധാന പോഷക നദികൾ. ഏകദേശം 2525 കിലോമീറ്റർ അതിൻ്റെ ഉദ്ഭവ സ്ഥാനത്ത് നിന്ന് സഞ്ചരിച്ച് ബംഗാൾ ഉൾക്കടലിൽ സംഗമിക്കുന്ന നദിയാണ് ഗംഗാ നദി. ഓർത്തിരിക്കാം. ദെൻ യമുന നദിയെപ്പറ്റി പറയുമ്പോൾ ഗംഗാ നദിയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് യമുന. ഉത്തരാഖണ്ഡിലെ ബന്ദർപഞ്ച് കൊടുമുടിയിലുള്ള യമുനോത്രി ഹിമാനിൽ നിന്നാണ് ഇത് ഉദ്ഭവിക്കുന്നത്. നദിയിൽ ചേരുന്ന പ്രധാന കൈവഴികൾ ഏതൊക്കെയാണ്? സിൻ, ഹിൻഡൻ, ബത്തുവ, കെൻ, ചമ്പൽ ഈ പറയുന്ന നദികളെല്ലാം യമുന നദിയുടെ കൈവഴികളാണ്. ബ്രഹ്മപുത്ര നദി, ബ്രഹ്മപുത്ര വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഞാൻ പറയുന്ന ഈ നദികളെല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇന്ത്യൻ റിവർ സിസ്റ്റത്തിലെ എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നദികൾ മാത്രമേ നമ്മൾ ചർച്ച ചെയ്യുന്നുള്ളൂ. ഈ പറയുന്ന നദികളെല്ലാം തന്നെ ഈ പറയുന്ന നദികളെല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് നോക്കിപ്പോ. ഇതിനപ്പുറത്തൊന്നും ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. എങ്കിൽ പോലും തൽക്കാലം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നദികൾ മാത്രം നോക്കിപ്പോവാം. ഒന്ന് റിവൈസ് ചെയ്ത് പോവാം. ബ്രഹ്മപുത്ര നദിയിലേക്ക് വരുമ്പോൾ ടിബറ്റിലെ മാനസരോവറിനടുത്തുള്ള ചെമയുങ്ഡങ് ഹിമാനിക്ക് അടുത്ത് ബ്രഹ്മപുത്ര നദി ഉദ്ഭവിക്കുന്നു. സുബൻസിരി, റങ്കനദി, ഡിക്രോങ്, ബുറോയ്, ബോർഗോം, ജിയഭർലി, ധൻസിരി, പുത്തിമരി, മാനസ്, ബെക്കി, ആയി, സോങ്കോഷ്, നൊദേഹിങ്, ബുരുഡെഹിങ്, ദസാങ്, ദെൻ ദിഖോവ്, ഭോഗ്ദോയ് അല്ലെങ്കിൽ ഷൗട്ട്, കോപ്പില്ലി, ദെൻ കുൽസി, കൃഷ്ണൈ, ദെൻ ധിനോയ്, ജിഞ്ചിറ. ഈ പറയുന്നതാണ് പ്രധാന നദികൾ. കുറേയധികം പേരുകളുണ്ട്. ചിലർക്ക് പരിചിതമല്ലാത്ത പേരുകളാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന നദികളുടെ പേരുകൾ PDF കിട്ടുമ്പോൾ തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ദെൻ താപ്പിയാണ്. ഇതൊരു മധ്യ ഇന്ത്യയിലൂടെ ഒഴുകുന്ന നദിയാണ് താപ്പി. കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നദികളിൽ ഒന്നാണിത്. മധ്യപ്രദേശ് സംസ്ഥാനത്തെ കിഴക്കൻ സത്പുര പർവ്വതനിരയിലാണ് ഇത് ഉദ്ഭവിക്കുന്നത്. വാഗൂർ, അനർ, ഗിർണ, പൂർണ്ണ നദി, ബൻസാര, ബോറി നദി ഇവയൊക്കെയാണ് താപി നദിയുടെ പ്രധാന പോഷക നദികൾ. അടുത്ത കൃഷ്ണ നദിയിലേക്ക് വരുമ്പോൾ മഹാരാഷ്ട്രയിലെ മഹാബലേശ്വരിൽ നിന്ന് ഉദ്ഭവിക്കുന്ന നദിയാണ് കൃഷ്ണ നദി. പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉദ്ഭവിക്കുന്ന തുംഗ, ഭദ്ര നദികൾ ചേർന്ന് രൂപം കൊള്ളുന്ന കൃഷ്ണയുടെ പ്രധാനപ്പെട്ട പോഷക നദിയാണ് തുംഗഭദ്ര. ദെൻ ദൂദ്ഗംഗ, കൊയ്ന, ദെൻ ഭീമ, മലപ്രഭ, ഡിൻഡി, ഹടപ്രഭ, വർണ്ണ, യെർല, മൂസി ഇതൊക്കെ മറ്റ് പോഷക നദികളാണ് കൃഷ്ണ നദിയുടെ. ഈ നദികളുടെ പേരുകൾ കൂടി ഒന്ന് നിങ്ങൾ പഠിച്ചു പോവുക. ഈ PDF കിട്ടുമ്പോൾ തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ദെൻ കാവേരി നദിയിലേക്ക് വരുമ്പോൾ കാവേരി നദി നമുക്കറിയാം ഡെൽറ്റ ക്രിയേറ്റ് ചെയ്യുന്ന നദിയാണ് കാവേരി നദി. പശ്ചിമഘട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന തലക്കാവേരിയിൽ നിന്നാണ് ഇതിൻ്റെ ഉദ്ഭവം. അർക്കാവതി, ശിംഷ, ഹേമാവതി, കപില, ശിംഷ, ഹൊന്നുഹോളെ, അമരാവതി, ലക്ഷ്മണ കപിനി, ദെൻ ലോകപാവനി, ഭവാനി, നോയൽ, തീർത്ഥ ഈ നദികളുടെ പേര് ഓർത്തിരിക്കുക. അർക്കാവതി, ശിംഷ, ഹേമാവതി, കപില, ശിംഷ റിപ്പീറ്റ് ചെയ്ത്, ഹൊന്നുഹളെ, അമരാവതി, ലക്ഷ്മണ, കപിനി, ലോകപാവനി, ഭവാനി, നോയൽ, തീർത്ഥ ഈ പറയുന്ന നദികൾ കാവേരി നദിയുടെ പോഷക നദികളാണ്. സോ ഈ പേരുകളെല്ലാം ഒന്ന് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയിൽ എന്ത് പേരിൽ അറിയപ്പെടുന്നു? ചുഴലിക്കാറ്റുകൾ എന്നതിന് കോമൺലി നമ്മൾ പറയുന്ന ഒരു സൈക്ലോൺ എന്നാണ്. പക്ഷേ അറ്റ്ലാന്റിക് മേഖലയിൽ ഇത് അറിയപ്പെടുന്നത് ഹരിക്കേൻ എന്നാണ്. അപ്പോൾ ചുഴലിക്കാറ്റുകളെ പറ്റി നമുക്ക് പഠിക്കാം. ചുഴലിക്കാറ്റുകൾ താഴ്ന്ന മർദ്ദമുള്ള പ്രദേശത്തിന് ചുറ്റുമുള്ള ദ്രുതഗതിയിലുള്ള വായു സഞ്ചാരമായിട്ടാണ് അതിനെ ഡിഫൈൻ ചെയ്യുന്നത്. വടക്കൻ അർദ്ധഗോളത്തിൽ എതിർ ഘടികാര ദിശയിലും തെക്കൻ അർദ്ധഗോളത്തിൽ ഘടികാര ദിശയിലും വായു സഞ്ചരിക്കുന്നു എന്നുള്ള ബേസിക് ഫാക്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ചുഴലിക്കാറ്റുകൾക്കൊപ്പം സാധാരണയായി കൊടുങ്കാറ്റുകളും മോശം കാലാവസ്ഥയും ഉണ്ടാകുന്നു എന്ന
പ്രത്യേകതയുണ്ട്. പാമ്പിൻ്റെ ചുരുളുകൾ എന്നർത്ഥമുള്ള സൈക്ലോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് സൈക്ലോൺ എന്ന വാക്കുണ്ടായിട്ടുള്ളത്. ബംഗാൾ ഉൾക്കടലിലെയും അതുപോലെ തന്നെ അറബിക്കടലിലെയും ഉഷ്ണമേഖല കൊടുങ്കാറ്റുകൾ കടലിലെ ചുരുണ്ട സർപ്പങ്ങളെ പോലെ കാണപ്പെടുന്നതിനാൽ ഹെൻറി പെഡിങ്ടൺ എന്ന് പറയുന്ന വ്യക്തി, ഹെൻറി പെഡിങ്ടൺ ആണ് ഈ പറയുന്ന പേര് സൈക്ലോൺ എന്ന പേര് ഇട്ടത്. ഗ്രീക്ക് പദമായ സൈക്ലോസിൽ നിന്നാണ് സൈക്ലോൺ എന്ന് പറയുന്ന പേര് വന്നിട്ടുള്ളത്. സോ ഇതിന് പലതരത്തിൽ വർഗീകരിച്ചിട്ടുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു വർഗീകരണം വരുന്നത് 2 തരത്തിലുള്ള ചുഴലിക്കാറ്റുകളുണ്ട്. ഉഷ്ണമേഖല ചുഴലിക്കാറ്റുകളെന്നും അതിഉഷ്ണമേഖല ചുഴലിക്കാറ്റുകളെന്നും 2 രീതിയിൽ ഇതിനെ വർഗീകരിച്ചിട്ടുണ്ട്. ഉഷ്ണമേഖല ചുഴലിക്കാറ്റുകളും അതിഉഷ്ണമേഖല ചുഴലിക്കാറ്റുകൾ. ഉഷ്ണമേഖല ചുഴലിക്കാറ്റുകളുടെ പ്രാദേശിക നാമങ്ങൾ വ്യത്യസ്തമാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലും അറ്റ്ലാന്റിക്കിലും പടിഞ്ഞാറൻ പസഫിക്കിലും ദക്ഷിണ ചൈനക്കടലിലും വെസ്റ്റേൺ ഓസ്ട്രേലിയയിലും ഡിഫറൻ്റ് ആയിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള പേരുകളാണ് പറയുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇതിന് സൈക്ലോൺ എന്നും, അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഇതിന് ഹരിക്കേൻ എന്നും, പടിഞ്ഞാറൻ പസഫിക്കിൽ ഇതിന് ടൈഫോൺ എന്നും, ദക്ഷിണ ചൈനക്കടലിൽ ഇതിന് ടൈഫോൺ എന്ന് തന്നെയാണ് പറയുന്നത്. പടിഞ്ഞാറൻ പസഫിക്കിൽ പറയുന്ന അതേ പേര് തന്നെയാണ് ദക്ഷിണ ചൈനക്കടലിൽ പറയുന്നത്, ടൈഫോൺ എന്ന് തന്നെയാണ് പറയുന്നത്. വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ ഇതിന് വില്ലീസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പേരുകൾ ഓർത്തിരിക്കുക. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സൈക്ലോൺ, അറ്റ്ലാന്റിക്കിൽ ഹരിക്കെയിൻ, പടിഞ്ഞാറൻ പസഫിക്കിൽ ടൈഫോൺ, ദക്ഷിണ ചൈനക്കടലിൽ ടൈഫോൺ തന്നെ, വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ വില്ലീസ് എന്നാണ് അറിയപ്പെടുന്നത്. ഉഷ്ണമേഖല കൊടുങ്കാറ്റുകളുടെ രൂപീകരണത്തിന് രൂപീകരണത്തിന് തീവ്രതയ്ക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 27 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതലുള്ള വലിയ സമുദ്രോപരിതല താപനില, ദെൻ കൊറിയോളിസ് ശക്തിയുടെ സാന്നിധ്യം, ലംബമായ കാറ്റിൻ്റെ വേഗത്തിൽ ചെറിയ വ്യതിയാനങ്ങൾ, ന്യൂനമർദ്ദം അല്ലെങ്കിൽ താഴ്ന്ന മർദ്ദം രൂപപ്പെടുന്നത്, ഇത്തരം കാര്യങ്ങൾ ഉഷ്ണമേഖല കൊടുങ്കാറ്റുകളുടെ രൂപീകരണത്തിനും തീവ്രതയ്ക്ക് അനുകൂലമായ സാഹചര്യങ്ങളാണ്. ദെൻ ഉഷ്ണമേഖല ചുഴലിക്കാറ്റുകളുടെ വർഗീകരണം: ന്യൂനമർദ്ദം, ഡിപ്രഷൻ, ഡീപ്പ് ഡിപ്രഷൻ, ചുഴലിക്കാറ്റ്, ശക്തമായ ചുഴലിക്കാറ്റ്, സൂപ്പർ സൈക്ലോൺ എന്ന് പറഞ്ഞ് ഇതിൻ്റെ വേഗത കൂടുന്നതനുസരിച്ചാണ് ഇത് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, വർഗീകരിച്ചിരിക്കുന്നത്. ന്യൂനമർദ്ദമാണ് ഏറ്റവും കുറഞ്ഞ വേഗതയുള്ള കിലോമീറ്റർ പെർ അവറിലും അതുപോലെ നോട്ട്സിലും 2 യൂണിറ്റിലും ഇതിൻ്റെ വേഗത പറയാറുണ്ട്. ന്യൂനമർദ്ദത്തിനാണ് ഏറ്റവും കുറവ് വേഗത, സൂപ്പർ സൈക്ലോണാണ് ഏറ്റവും കൂടുതൽ വേഗത. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഒന്ന് ഓർത്തു പോവുക. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ടുകിടക്കുന്ന ദേശീയ ജലപാത ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് NW3 എന്നാണ് ഉത്തരം വരുന്നത്. കേരളത്തിലെ പ്രധാന ജലപാതകൾ എല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കുക. കേരളത്തിലെ മിക്കവാറും എല്ലാ പ്രധാന ജലപാത സംവിധാനങ്ങളും വെസ്റ്റ് കോസ്റ്റ് കനാൽ സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. കായൽ, അതുപോലെ തന്നെ നദികൾ, മനുഷ്യനിർമ്മിത കനാൽ സംവിധാനങ്ങൾ ഇവയെല്ലാം ചേർന്നിട്ടുള്ളതാണ് ഈ കനാൽ സംവിധാനം. ഈ മഹത്തായ സംവിധാനത്തിലെ ചില പ്രധാന സഞ്ചാരയോഗ്യമായിട്ടുള്ള സ്ട്രെച്ച് ഇപ്പോൾ പലതും ജീർണാവസ്ഥയിലാണ്. അപ്പോൾ ആ പറയുന്ന പ്രധാന പാതകളാണ് താഴെ സൂചിപ്പിച്ചിട്ടുള്ളത്. ദേശീയ ജലപാത 3, തിരുവനന്തപുരം ഷൊർണൂർ കനാല്, കനോലി കനാല്, ആലപ്പുഴ ചേർത്തല SS കനാല്, ദേശീയ ജലപാത 8, ദേശീയ ജലപാത 9, ദേശീയ ജലപാത 59, AVM കനാൽ അല്ലെങ്കിൽ ദേശീയ ജലപാത 13. ഇതെല്ലാം ഒന്ന് ഓർത്തിരിക്കുക. ദേശീയ ജലപാത 3 വരുന്നത് കൊല്ലം മുതൽ കോഴിക്കോട് വരെയാണ്. കൊല്ലം മുതൽ കോഴിക്കോട് വരെ വെസ്റ്റ് കോസ്റ്റ് കനാൽ, ചമ്പക്കര കനാൽ, ഉദ്യോഗമണ്ഡൽ കനാൽ, അഷ്ടമുടി കായൽ, കായംകുളം കനാൽ, വേമ്പനാട് കായൽ, ഈ പറയുന്ന എല്ലാം കൂടെ ഉൾപ്പെടുന്നതാണ്. എല്ലാം ഭാഗമായിട്ടുള്ള ദേശീയ ജലപാതയാണ് ദേശീയ ജലപാത 3. ദെൻ തിരുവനന്തപുരം ഷൊർണൂർ കനാലുണ്ട്, ഭാരതപ്പുഴ നദീതട സംവിധാനം, കൊല്ലം കനാൽ, അതുപോലെ കഠിനംകുളം കായൽ, ഇതെല്ലാം ചേർന്നിട്ട് വരുന്ന ഒരു സംവിധാനമാണ് തിരുവനന്തപുരം ഷൊർണൂർ കനാൽ എന്ന് പറയുന്നത്. കനോലി കനാൽ കൊടുങ്ങല്ലൂർ മുതൽ കോഴിക്കോട് വഴി വടകര വരെ ഉള്ള കനാലാണ് കനോലി കനാൽ. ദെൻ ആലപ്പുഴ ചേർത്തല SS കനാൽ, ആലപ്പുഴ മുതൽ ചേർത്തലയ്ക്ക് അടുത്തുള്ള വേമ്പനാട് കായൽ വരെ ഏകദേശം 22 കിലോമീറ്റർ നീളത്തിലുള്ള ആലപ്പുഴ ചേർത്തല കനാൽ. ദേശീയ ജലപാത 8ലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ആലപ്പുഴ ചങ്ങനാശ്ശേരി കനാലാണ് ഈ ദേശീയ ജലപാത 8. ദേശീയ ജലപാത 9 ആലപ്പുഴ കോട്ടയം അതിരമ്പുഴ കനാൽ ദേശീയ ജലപാത 9 ആണ്. ഇത് മീനച്ചിൽ നദീതട സംവിധാനവും വേമ്പനാടും ചേർന്നിട്ടുള്ള ജലപാതയാണ് ദേശീയ ജലപാത 9. ദേശീയ ജലപാത 59ലേക്ക് വരുമ്പോൾ കോട്ടയം വൈക്കം കനാൽ എന്ന് അറിയപ്പെടുന്ന ദേശീയ ജലപാത 59 കോട്ടയം പട്ടണത്തിൽ കോടിമത എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ആരംഭിച്ച് മീനച്ചിൽ നദിയിലൂടെ ഇല്ലിക്കൽ, തിരുവാറ്റ, പുളിക്കുറ്റിശ്ശേരി വഴി
ചീപ്പുങ്കലിനടുത്തുള്ള വേമ്പനാട്ട് കായൽ പ്രവേശിച്ച് തണ്ണീർമുക്കം ബണ്ട് വഴി വൈക്കത്ത് എത്തിച്ചേരുന്ന കനാലാണ് കോട്ടയം വൈക്കം കനാലായിട്ടുള്ള ദേശീയ ജലപാത 59. ഇതിനടുത്തൊരു കനാലുണ്ട്, AVM കനാൽ, ദേശീയ ജലപാത 13. തമിഴ്നാട്ടിലെ കുളച്ചൽ മുതൽ തിരുവനന്തപുരത്തെ പൊഴിയൂർ വരെയുള്ള കനാലാണ്. അപ്പോൾ ദേശീയ ജലപാത 3, തിരുവനന്തപുരം ഷൊർണൂർ കനാൽ, കനോലി കനാൽ, ആലപ്പുഴ ചേർത്തല കനാൽ, ദേശീയ ജലപാത 8, ദേശീയ ജലപാത 9 ഉണ്ട്, ദേശീയ ജലപാത 59 ഉണ്ട്, AVM കനാൽ അല്ലെങ്കിൽ ദേശീയ ജലപാത 13 ഉണ്ട്. അപ്പോൾ ഈ കനാലുകളെല്ലാം ഒന്ന് ഓർത്തിരിക്കുക. ജസ്റ്റ് ഈ PDF കിട്ടുമ്പോൾ തന്നെ വായിച്ച് പഠിക്കാൻ ശ്രമിക്കുക. 2024 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥ്യം വഹിച്ച രാജ്യം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചൈന, ബ്രിട്ടൻ, സൗദി അറേബ്യ, ഇന്ത്യ, ഇതൊക്കെ ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഉത്തരം വരുന്നത് സൗദി അറേബ്യയാണ്. ഈ പറയുന്ന ലോകദിന ആഘോഷങ്ങൾക്ക്, അതായത് പ്രധാനപ്പെട്ട ലോകദിന ആഘോഷങ്ങൾക്ക് ആതിഥ്യം വഹിക്കുന്ന രാജ്യങ്ങൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ലോക സംഘടനകളുണ്ട്, അന്താരാഷ്ട്ര സംഘടനകളുണ്ട്. ആ സംഘടനകളുടെ അല്ലെങ്കിൽ അന്താരാഷ്ട്ര ടൂർണമെൻറ്റുകളുടെ ആതിഥ്യം വഹിക്കുന്ന രാജ്യങ്ങൾ, സ്ഥലങ്ങൾ ഒന്ന് ഓർത്ത് പോകണം. 2024 യുണൈറ്റഡ് നേഷൻസ് ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസ് COP29 അസർബൈജാനിലെ ബാക്കുവിലാണ് നടക്കാൻ പോകുന്നത്. ആസിയാൻ്റെ 44-45 ഉച്ചകോടികൾ 2024 ഒക്ടോബർ 6 മുതൽ 2024 ഒക്ടോബർ 11 വരെ ലാവോസിലെ വിയന്റിയനിലാണ് നടക്കാൻ പോകുന്നത്. ഒന്ന് ഓർത്തിരിക്കുക, ലാവോസിലെ വിയന്റിയൻ. നമ്മൾ ആദ്യം പറഞ്ഞ ഏതാണ്? യുണൈറ്റഡ് നേഷൻ്റെ ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസ് ആയിട്ടുള്ള COP29. അത് അസർബൈജാനിലെ ബാക്കുവിലാണ് നടക്കാൻ പോകുന്നത് 2024 COP29. വികസിത രാജ്യങ്ങളെ പറ്റിയുള്ള അവികസിത രാജ്യങ്ങളെക്കുറിച്ചുള്ള 5ാമത് ഐക്യരാഷ്ട്ര സമ്മേളനം LDC, ലീസ്റ്റ് ഡെവലപ്ഡ് കൺട്രീസ്, അതാണ് ഉദ്ദേശിക്കുന്നത്. വികസിത അല്ല, അവികസിത രാജ്യങ്ങളെക്കുറിച്ചുള്ള 5ാമത് ഐക്യരാഷ്ട്ര സമ്മേളനം LDC 5 എന്ന് പറഞ്ഞ് മാർച്ച് 2024 നടന്നു. ഹെൽസിങ്കിയിൽ വെച്ചിട്ടാണ്, ഫിൻലാൻഡിലാണ് ഹെൽസിങ്കി വരുന്നത്. ദെൻ 39ാമത് UN വാട്ടർ മീറ്റിംഗ് 2024 മാർച്ച് 12-13 തീയതികളിൽ ഇറ്റലിയിലെ റോമിലുള്ള ഇൻ്റർനാഷണൽ ഫണ്ട് ഫോർ അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റിൻ്റെ IFADയുടെ ആസ്ഥാനത്ത് നടന്നു. 39ാമത് UN വാട്ടർ മീറ്റിംഗ്. അതുപോലെ തന്നെ UN CTADൻ്റെ ഇൻ്റർ ഗവൺമെൻറ്റൽ വിദഗ്ധരുടെ ഗ്രൂപ്പ് 22ാം സെഷൻ ജനീവയിൽ വെച്ചിട്ട് ജൂലൈ 3 മുതൽ ജൂലൈ 5 വരെ 2024 ജൂലൈ 3 മുതൽ 2024 ജൂലൈ 5 വരെ എവിടെയാണ് നടന്നത്? ജനീവയിൽ വെച്ചാണ് നടന്നിട്ടുള്ളത്. ദെൻ 2024 G7 ഉച്ചകോടിയുടെ ആതിഥേയരായിട്ടുള്ള ഇറ്റലി ഇത് എവിടെ വെച്ചാണ് സംഘടിപ്പിച്ചത്? ഫസാനോ എന്ന് പറയുന്ന ഫസാനോയിലെ ബൊർഗോ എഗ്നാസിയയിൽ വെച്ചിട്ടാണ് ഇത് സംഘടിപ്പിച്ചത്. 2024 G7 ഉച്ചകോടി. ലോക പരിസ്ഥിതി ദിനം 2024 അതിൻ്റെ ഫോർമൽ ചടങ്ങുകളെല്ലാം നടന്നത് സൗദി അറേബ്യയിൽ റിയാദിൽ വെച്ചിട്ടാണ്. ലോക പരിസ്ഥിതി ദിനം 2025 വരാനുണ്ട്. അത് റിപ്പബ്ലിക് ഓഫ് കൊറിയയാണ് ഹോസ്റ്റ് ചെയ്യുന്നത്, ആതിഥ്യം വഹിക്കുന്നത്. ദെൻ 2024 ഒക്ടോബർ 22 മുതൽ 24 വരെ റഷ്യയിലെ കസാനിൽ ആണ് ഇനി വരുന്ന ബ്രിക്സ് ഉച്ചകോടി നടത്താനുള്ളത്. ബ്രിക്സിൻ്റെ കാര്യം ഓർത്തിരിക്കുക. ദെൻ 2024 ആസിയാൻ്റെ ഒരു പ്രത്യേക ഉച്ചകോടി നടത്തിയിരുന്നു. ആസിയാൻ്റെ 44-45 ഉച്ചകോടി നമ്മൾ മുൻപ് പറഞ്ഞിരുന്നു. അത് ലാവോസിലെ വിയന്റിയനാണ് നടക്കാൻ പോകുന്നത്, ഒക്ടോബറിൽ നടക്കാൻ പോകുന്നത്. ഇതിന് മുൻപ് 2024 ഒരു ആസിയൻ പ്രത്യേക ഉച്ചകോടി നടത്തി. 2024 മാർച്ചിലാണ് 2024 മാർച്ചിലാണ് നടത്തിയത്. അപ്പോൾ ഓസ്ട്രേലിയയിലെ മെൽബണിലാണ് ഇത് നടന്നിട്ടുള്ളത്. ആ കാര്യം ഓർത്തിരിക്കുക. ആസിയാൻ്റെ പ്രത്യേക ഉച്ചകോടി നടന്നിട്ടുള്ളത്. 2024 ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ ഉച്ചകോടി, അവരുടെ ആനുവൽ ഉച്ചകോടി, SCO ആനുവൽ ഉച്ചകോടി കസാക്കിസ്ഥാനിലെ അസ്താനയിലാണ് സമാപിച്ചത്. അത് ഓർത്തിരിക്കാം, കസാക്കിസ്ഥാനിലെ അസ്താനയിൽ. 2024 സമ്മർ ഒളിമ്പിക്സ് പാരീസാണ് ആതിഥേയത്വം വഹിക്കുന്നത്. ഇപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഒളിമ്പിക്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ദെൻ 2026 ഇനി നടക്കാൻ പോകുന്ന, അതായത് 2 വർഷങ്ങൾക്ക് അപ്പുറം 2026 ഫിഫ ലോകകപ്പ് ടൂർണമെൻറ്റ് നടക്കാൻ പോകുന്നത് കാനഡ, മെക്സിക്കോ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നീ 3 വടക്കൻ അമേരിക്കൻ
രാജ്യങ്ങളിലെ 16 നഗരങ്ങളിലായിട്ട് സംയുക്തമായിട്ടാണ് നടത്താൻ പോകുന്നത് 2026 ഫിഫ ലോകകപ്പ്. 2024 ICC പുരുഷ T20 ലോകകപ്പ് അതിൻ്റെ 9ാം പതിപ്പായിരുന്നു നടന്നത്. 2024 ജൂൺ 1 മുതൽ 29 വരെ വെസ്റ്റ് ഇൻഡീസിലും അമേരിക്കയിലായിട്ട് USA ഇത് സംഘടിപ്പിച്ചത്. ഓർത്തിരിക്കുക, 2024 ICC പുരുഷ T20 ലോകകപ്പ്. 2024 ICC വനിതാ T20 ലോകകപ്പ് ICC വനിതാ T20 ലോകകപ്പ് ടൂർണമെൻറ്റിൻ്റെ 9ാം പതിപ്പാണ് 2024. അത് 2024 ഒക്ടോബർ 3 മുതൽ 20 വരെ ബംഗ്ലാദേശിലാണ് സംഘടിപ്പിക്കാൻ പോകുന്നത്. അത് ഓർത്തിരിക്കുക, ബംഗ്ലാദേശിലാണ്. വനിതകളുടെ ബംഗ്ലാദേശിലും അതുപോലെ തന്നെ പുരുഷന്മാരുടെ ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ വെസ്റ്റ് ഇൻഡീസിലും അമേരിക്കയിലുമാണ് ഇത് സംഘടിക്കപ്പെട്ടത്. ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ ഭാഗമല്ലാത്ത പ്രസ്താവന എന്ന് ചോദിച്ചിരിക്കും. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കാർഷികോൽപാദനത്തിൽ വൻ വർധനവ് സൃഷ്ടിച്ചു. ഭക്ഷ്യോൽപാദന രംഗത്ത് ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ചു. ജലസേചന സൗകര്യങ്ങൾ, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, രാസകീടനാശിനികൾ എന്നിവ വ്യാപകം ഉപയോഗിക്കപ്പെട്ടു. ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന അല്ലെങ്കിൽ ഹരിത വിപ്ലവത്തിൻ്റെ ഭാഗമല്ലാത്ത പ്രസ്താവനകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഹരിത വിപ്ലവത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് ബേസിക്കലി അറിയാവുന്ന വസ്തുതകൾ അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചു പോകേണ്ട വസ്തുക്കൾ തന്നെയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഹരിത വിപ്ലവത്തെ പറ്റി നമുക്ക് ആദ്യം തന്നെ മനസ്സിലാക്കി പോകാം. 1960കളിൽ നോർമൻ ബോർലോഗ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ഇത് ഹരിത വിപ്ലവം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആരംഭിച്ചത്. ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് യഥാർത്ഥത്തിൽ നോർമൻ ബോർലോഗാണ്. ഗോതമ്പിൻ്റെ ഉയർന്ന വിളവ് നൽകുന്ന ഇനങ്ങൾ, ഹൈ ഈൽഡ് വെറൈറ്റീസ് HYV, അത് വികസിപ്പിക്കുന്നതിലെ പ്രവർത്തനത്തിന് 1970 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ഇദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു. നോർമൻ ബോർലോഗിന് ലഭിക്കുകയും ചെയ്തു. ഇന്ത്യയിൽ ഹരിത വിപ്ലവം പ്രധാനമായും നയിച്ചത് MS സ്വാമിനാഥനാണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് MS സ്വാമിനാഥനാണ്. 20ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ ആരംഭിച്ച് വികസ്വര രാജ്യങ്ങളിൽ പുതിയതും ഉയർന്ന വിളവ് നൽകുന്നതുമായ ഇനം വിത്തുകളുടെ ഉപയോഗം മൂലം ഭക്ഷ്യധാന്യങ്ങളുടെ, പ്രത്യേകിച്ച് ഗോതമ്പും അരിയുമാണ് അവിടെ പരീക്ഷിക്കപ്പെട്ടത്. അതിൻ്റെ ഉൽപ്പാദനത്തിൽ വൻ വർധനവ് ഈ ഹരിത വിപ്ലവം മൂലമുണ്ടായി. അതിൻ്റെ ആദ്യകാല വിജയങ്ങൾ പ്രധാനമായിട്ടും മെക്സിക്കോയിലും അതുപോലെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലുമാണ് പരീക്ഷിക്കപ്പെട്ടത്. 1967 മുതൽ 78 വരെയുള്ള കാലയളവിൽ ഇന്ത്യയിൽ വ്യാപിച്ച ഈ ഹരിത വിപ്ലവം എന്ന് പറയുന്ന വളരെ ഹൈ ഈൽഡ് വെറൈറ്റീസ് പരീക്ഷിച്ചുകൊണ്ടുള്ള മുന്നേറ്റം ഭക്ഷ്യക്ഷാമമുള്ള രാജ്യമെന്ന നിലയിൽ നിന്ന് ഇന്ത്യയെ മുൻനിര കാർഷിക രാജ്യങ്ങളൊന്നാക്കി മാറ്റി, അല്ലെങ്കിൽ മുൻനിര കാർഷിക രാജ്യങ്ങളൊന്നായിട്ട് ഇന്ത്യക്ക് അങ്ങനെ ഒരു പദവി നൽകിയ ഒരു വിപ്ലവമാണ് ഹരിത വിപ്ലവം എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് ആവശ്യമായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് കൂടി അറിഞ്ഞിരിക്കണം നിങ്ങൾ. 1960കളിൽ ഇന്ത്യയുടെ ഭക്ഷണോൽപ്പന്ന പ്രതിസന്ധി നേരിടുന്ന കാലഘട്ടത്തിൽ നിന്ന് ഇന്ത്യക്ക് മുന്നോട്ട് പോകേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. വേഗത്തിലുള്ള ജനസംഖ്യ വർധനവും ഇവിടെ വലിയ പ്രശ്നമായിരുന്നു. കുറഞ്ഞ കാർഷിക ഉൽപ്പാദനക്ഷമത, വരൾച്ചകൾ, ഭക്ഷ്യോൽപാദന ഇറക്കുമതിയിൽ ഇന്ത്യ ആശ്രയിക്കുന്ന ഒരു സാഹചര്യം. ഇതിനെയൊക്കെ ഓവർകം ചെയ്യാനായിട്ട് ഇന്ത്യ ശ്രമിച്ചു. ഭക്ഷണോൽപ്പന്ന കയറ്റുമതി രാജ്യങ്ങളായിട്ടുള്ള US-ൻ്റെ പ്രത്യക്ഷമായ രാഷ്ട്രീയ സമ്മതം അവിടെ ഉയർന്നു വന്നു. സ്വയം പര്യാപ്തത, ഭക്ഷ്യസുരക്ഷ, ദാരിദ്ര്യവും പോഷകവും കുറയ്ക്കുക എന്നീ ലക്ഷ്യങ്ങൾ ഇന്ത്യയുടെ ആ സമയത്ത് ഉള്ള നേതാക്കൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. കാർഷിക മേഖല പുതുക്കുക, ആധുനികമാക്കുക, ലാഭകരവും മത്സരാധിഷ്ഠിതവുമാക്കുക എന്ന ലക്ഷ്യങ്ങൾ വെച്ചു. പ്രധാനപ്പെട്ട ചില ലക്ഷ്യങ്ങൾ ഇവിടെ ഞാൻ എടുത്തു പറയുന്നു. ഉൽപ്പാദനം, ഗുണനിലവാരം എന്നിവ വർദ്ധിപ്പിക്കുക, സ്വയം പര്യാപ്തത, ഭക്ഷ്യസുരക്ഷ, ദാരിദ്ര്യവും ക്ഷാമവും കുറയ്ക്കുക, കാർഷിക മേഖല പുതുക്കുക, ഹൈ ഈൽഡ് വിത്തുകൾ, ഹൈ ഈൽഡ് വെറൈറ്റീസ് പരീക്ഷിക്കുക, രാസവളങ്ങൾ, കീടനാശിനികൾ, ജലസേചനം, കാർഷിക യന്ത്രവൽക്കരണം ഇവയ്ക്ക് പ്രാധാന്യം നൽകുക. ഇപ്പോൾ ഉള്ളതിൽ നിന്ന് ഡബിൾ വിളവ്, ഇരട്ട വിളവ് ലഭിക്കുന്ന അവസ്ഥയിലേക്ക് കണ്ടെത്തിയ കൃഷി വിസ്തൃതിയും വർദ്ധിപ്പിക്കാനായിട്ട് ലക്ഷ്യങ്ങൾ വെച്ചിരുന്നു. ഹരിത വിപ്ലവത്തിൻ്റെ ഫലമായിട്ട് ഇന്ത്യയിലെ ഭക്ഷ്യ ഉൽപ്പാദനം വർദ്ധിച്ചിട്ടുണ്ട്. ഇന്ത്യ ഒരു ഭക്ഷണോൽപ്പന്നങ്ങളുടെ ഒരു കയറ്റുമതി രാജ്യമായിട്ട് മാറി. ദാരിദ്ര്യം കുറച്ചു, കാർഷിക യന്ത്രവൽക്കരണം നടന്നു, ഗ്രാമവികസനം നടന്നു, പരിസ്ഥിതി സംരക്ഷണം നടന്നു, വാണിജ്യ വളർച്ച നടന്നു. പക്ഷേ ഹരിത വിപ്ലവത്തിന് ചില വെല്ലുവിളികളുണ്ടായിരുന്നു. എന്തൊക്കെയാണ്? ഹരിത വിപ്ലവത്തിൻ്റെ ഭാഗമായിട്ട് ലാൻഡ് യൂസ് വളരെയധികം അതായത് പലയിടങ്ങളും കൃഷിയിടങ്ങളാക്കി മാറ്റി, അങ്ങനെ പരിസ്ഥിതി നാശങ്ങളും വളരെയധികം സംഭവിച്ചു. ജലമലിനീകരണം, രാസവളങ്ങളുടെ കഠിനമായിട്ടുള്ള ഉപയോഗം ജലമലിനീകരണത്തിലെ യൂട്രോഫിക്കേഷനിലേക്ക് വരെ എത്തിച്ചു. ജൈവ വൈവിധ്യ നഷ്ടത്തിന്
കാരണമായി സാമൂഹിക സാമ്പത്തിക അസമത്വം ഉടലെടുക്കാൻ തുടങ്ങി. വിളകളുടെ രോഗപ്രതിരോധം കുറയാനുള്ള സാഹചര്യം ഉണ്ടായി. കാരണം പെസ്റ്റിസൈഡുകൾ, കീടനാശിനികൾ വ്യാപകമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ അതൊക്കെയാണ് നിങ്ങൾ ഹരിത വിപ്ലവമായിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇതിനടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഗോതമ്പ്, നെല്ല്, ചോളം, പയർവർഗ്ഗങ്ങൾ എന്നിവ ഇന്ത്യയിലെ പ്രധാന 4 ഭക്ഷ്യവിളകളാണ്. 2022-23 കണക്കുകൾ പ്രകാരം ഇവയുടെ ഉത്പാദനത്തിൻ്റെ തോതനുസരിച്ചുള്ള ശരിയായ സ്ഥാനക്രമം കണ്ടെത്തുക എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഗോതമ്പ് കൊടുത്തിട്ടുണ്ട്, നെല്ല് കൊടുത്തിട്ടുണ്ട്, ചോളം കൊടുത്തിട്ടുണ്ട്, പയർവർഗ്ഗങ്ങൾ കൊടുത്തിട്ടുണ്ട്. നോക്കുക, 2022-23 PIB തന്നെ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയിൽ കൃത്യമായിട്ട് ഇതിൻ്റെ കണക്കുകൾ പറഞ്ഞിട്ടുണ്ട്. അതിലെ കണക്കുകൾ അനുസരിച്ച് ഭക്ഷ്യധാന്യങ്ങൾ 3296 ലക്ഷം ടൺ ഉത്പാദിപ്പിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ എന്നാണ് പറയുന്നത്. അതിൽ തന്നെ അതിൻ്റെ ഓർഡർ അനുസരിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഭക്ഷ്യധാന്യങ്ങളുടെ കണക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ അരിയാണ് ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ശേഷം വരുന്ന ഗോതമ്പാണ്. പിന്നീട് വരുന്ന നാടൻ ധാന്യങ്ങളാണ്. ദെൻ ചോളം, പയർ, കടല, തുവരപ്പരിപ്പ്. ഈ ഓർഡർ ഒന്ന് ഓർത്തിരിക്കുക. അരിയാണ് ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. 1357 ലക്ഷം ടണ്ണാണ് ഉത്പാദിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഗോതമ്പ് ആവട്ടെ 1105 ലക്ഷം ടണ്ണ്. നാടൻ ധാന്യങ്ങൾ 573 ലക്ഷം ടണ്ണ്. ചോളം 380 ലക്ഷം ടണ്ണ്. പയർ 260 ലക്ഷം ടണ്ണ്. കടല 122 ലക്ഷം ടണ്ണ്. തുവരപ്പരിപ്പ് 33 ലക്ഷം ടണ്ണ്. ഈ ഓർഡർ ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഈ നമ്പറുകളൊന്നും അറിയണം നിർബന്ധമൊന്നുമില്ല. ദെൻ എണ്ണക്കുരുക്കളിലേക്ക് വരുമ്പോൾ, എണ്ണക്കുരുക്കൾ ഏകദേശം 413 ലക്ഷം ടണ്ണാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്, ഉത്പാദിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. സോയാബീനാണ് അതിൽ ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കപ്പെട്ടിട്ടുള്ളത്, 149 ലക്ഷം ടണ്ണ്. റാപ്സീഡും കടുകും ഏകദേശം 126 ലക്ഷം ടണ്ണ് ഉത്പാദിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നിലക്കടല ഏകദേശം 102 ലക്ഷം ടണ്ണ് ഉത്പാദിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കണക്കുകളിൽ നമ്പറുകളൊന്നും അത്ര വലിയ പ്രാധാന്യം കൊടുക്കേണ്ട. ഈ ഓർഡർ ഒന്ന് ഓർത്തിരിക്കുക: സോയാബീൻ, റാപ്സീഡ് ആൻഡ് കടുക്, ദെൻ നിലക്കടല. ദെൻ പിന്നീട് വരുമ്പോൾ കരിമ്പ്, പരുത്തി, ചണം, മെസ്റ്റ, ഇതിൻ്റെ കണക്ക് കൂടി PIBയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. കരിമ്പിൻ്റെ കണക്ക് പറയുമ്പോൾ 4905 ലക്ഷം ടണ്ണ്. പരുത്തി 336 ലക്ഷം ബെയിൽസ് എന്ന് പറയുന്നത് ഒരു കെട്ട് എന്ന രീതിയിലുള്ളൊരു കണക്കാണ്. 93.92 ലക്ഷം ബെയിൽസാണ് ചണവും മെസ്റ്റയും ഉത്പാദിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇതിലൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഭക്ഷ്യധാന്യങ്ങളല്ല, പകരം കരിമ്പാണ്. 4905 ലക്ഷം ടണ്ണാണ് ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. 2022-23 കണക്കുകളാണ് ഈ പറയുന്നത്. സോ ഇനിയും ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. വീഡിയോ നീണ്ടു പോകുന്നതിനാൽ അടുത്ത ഭാഗത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ സജഷൻസ്, ഒപ്പീനിയൻസ് എല്ലാം നിങ്ങളുടെ ഈ വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാഴ്ചപ്പാടുകളും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇനിയും വരുന്ന ക്ലാസ്സുകൾ മിസ് ചെയ്യാതിരിക്കുക. വീണ്ടും കാണാം. ഹാവ് എ ഗ്രേറ്റ് ഡേ ഹെഡ്. താങ്ക് യു.